ശബരിമലയിലെ തന്ത്രിസ്ഥാനത്തെ തലമുറ മാറ്റത്തിന് ഹൈക്കോടതിയുടെ അംഗീകാരം. കണ്ഠര് ബ്രഹ്മദത്തിനെ ശബരിമല തന്ത്രിയെ നിയമിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. വിവരവുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, ഇപ്പോൾ ശബരിമല തന്ത്രിസ്ഥാനത്ത് തലമുറ മാറ്റം മാറുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണല്ലേ? അതെ അമൽ, നേരത്തെ ദേവസ്വം ബോർഡ് സമിതിയെ നിയോഗിച്ചുകൊണ്ട് കണ്ഠര് ബ്രഹ്മദത്തിന് യോഗ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു. ആ തീരുമാനം അത് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ഇന്ന് അറിയിക്കുകയും ചെയ്തു. അതായത് കണ്ഠര് ബ്രഹ്മദത്തിന് തന്ത്രിയാകാനായിട്ടുള്ള എല്ലാവിധ യോഗ്യതകളും ഉണ്ടെന്ന് സമിതി കണ്ടെത്തിയിരിക്കുന്നു. ഇക്കാര്യമായിരുന്നു ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് കടന്നിട്ടുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായിട്ടില്ല. പക്ഷേ ഒരു വൈകുന്നേരത്തോടുകൂടി ഇത് ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി വാക്കാൽ പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിന് തന്നെ തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തുകൂടെ എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് സമിതിയെ നിശ്ചയിച്ചുകൊണ്ട് ഈ തീരുമാനം സമിതിക്ക് വിട്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. എന്തായാലും കണ്ഠര് ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കാനായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം അത് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്, ശരിവെച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള നടപടികൾ മാത്രമാണ് പൂർത്തിയാക്കേണ്ടത്. സാധാരണ രീതിയിൽ ശബരിമലയിലെ എല്ലാവിധ നടപടിക്രമങ്ങളും അവിടെ എന്ത് കാര്യങ്ങളിലാണെങ്കിലും അത് സംബന്ധിച്ച് അനുമതി ഹൈക്കോടതിയിൽ തേടാറുണ്ട് ദേവസ്വം ബോർഡ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സമർപ്പിച്ചതും ആ അപേക്ഷ തീർപ്പാക്കിക്കൊണ്ട് ആ അപേക്ഷന്മേലുള്ള തുടർ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കാനായിട്ടുള്ള ദേവസ്വം ബോർഡ് സമിതിയുടെ തീരുമാനം അംഗീകരിച്ചിട്ടുള്ളത്. കണ്ഠര് രാജവരുടെ മകനാണ് ബ്രഹ്മദത്തൻ. തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ തന്ത്രിസ്ഥാനം മകന് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ഠര് രാജവർ തന്നെയാണ് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചുകൊണ്ടുള്ള നടപടികൾക്ക് ദേവസ്വം ബോർഡ് ആരംഭം കുറിച്ചത്. എന്തായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് സമിതിയുടെ തീരുമാനം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും അംഗീകരിച്ചിരിക്കുകയാണ്. ബാക്കി തുടർ നടപടികളിലേക്ക് സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന് കടക്കാനും സാധിക്കും. വ്യക്തമാണ്. ശബരിമലയിലെ തന്ത്രിസ്ഥാനത്തെ തലമുറ മാറ്റത്തിന് ഹൈക്കോടതിയുടെ അംഗീകാരം. കണ്ഠര് ബ്രഹ്മദത്തിനെ ശബരിമല തന്ത്രിയായി നിയമിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.